അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് തുടർന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. അതിനടിസ്ഥാനമായിട്ട് വായിച്ചത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവെഴുത്താണ്. ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ കണ്ടമാനം ഉള്ളതുകൊണ്ട് അമേരിക്കയിലെ എല്ലാ യോഗവും മുടക്കിയല്ല വന്നത്. ആ പുള്ളി ഉണർവിനങ്ങ് പറഞ്ഞതാണ്. എന്നാൽ ചിലയിടങ്ങളിൽ വിളിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇന്നതുപോലൊരു കൺവെൻഷൻ അവിടെ സംബന്ധിക്കണം, അപ്പോൾ അതുകൊണ്ട് അല്പം നേരത്തെ പോവുക. അങ്ങനെ തിരിച്ചുള്ള സ്ഥലത്തു നിന്നും വ്യത്യാസപ്പെടുത്തി, ദിവസവും വ്യത്യാസപ്പെടുത്തിയാണ് ടിക്കറ്റ് ചേഞ്ച് ആക്കി വന്നത്. അത് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ വരാം, ഭാരപ്പെടേണ്ട. അമേരിക്കയിലെങ്ങും എല്ലാ ദിവസവും യോഗമൊന്നും അല്ലായിരുന്നു. അപ്പം ചിലയിടങ്ങളിൽ വിളിച്ച് അവരോട് പറഞ്ഞു, പിന്നെ ആട്ടെ ദൈവം അനുവദിച്ച. അപ്പം അങ്ങനെ വന്നത്. ഇനിയും മറ്റു കാര്യങ്ങളൊന്നും അധികം ഇപ്പം പറയുന്നില്ല. പിന്നെ പ്രസംഗിച്ച് വരുമ്പോൾ എന്തെങ്കിലും പരുവത്തിന് കിട്ടുകയാണേ അന്നേരം പറയാം. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ദാസി ലിസിയാമ്മ മാത്യൂസ്, ഇന്ത്യ ദൈവസഭ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. കാരണനായ പരാപരനേയൻ മരണകാരി മകാസുരജേന്ദ്ര പരാപരനേയൻ മരണകാരി മകാസുരജേന്ദ്ര
നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കരയേറ്റാം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്ന ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ, ചുമതലപ്പെട്ടവർ, ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർ ഏവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും വന്ദനം. അവിടെ കൊടയം ചൂണ്ടി നിൽക്കുന്ന സഹോദരന്മാരും മാന്യ സഹോദരന്മാരും മുൻപോട്ട് വന്നാൽ ഇവിടെ കസേരയുണ്ട്. നിങ്ങൾ നിന്ന് കാല് കഴിക്കരുത്. ഇനി വന്നാട്ട് നമുക്ക് ഏതായാലും വന്നു പോയല്ലോ. വാ, ഇനി കയറുക മോനെ, ഇനി കയറുവാ. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കസേര ഒരു 10-12 എണ്ണം കൂടെ കിടപ്പുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കയറി ഇരുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
വായിച്ച തിരുവഴുത്ത് വളരെ പരിചിതമായ തിരുവഴുത്താണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവഴുത്താണ്. മുട്ടപ്പള്ളി എന്നോട് പറഞ്ഞ് 10 മണി വരെ പ്രസംഗിക്കണമെന്ന്. നോക്കട്ടെ, അങ്ങനല്ലേ എന്നോട് പറഞ്ഞേ? 10 9 10. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അടുത്ത പദം ദൈവം വിശ്വസ്തൻ. അടുത്തത് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. ഏതാ ദൈവം? സത്യദൈവം. അതാരാ? യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രമാണ് ഏകദൈവം. വിശ്വാസമില്ലെന്ന് തോന്നുന്നു. അത് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടാ ഗ്ലോറി പറഞ്ഞു. അവിടുന്ന് സത്യദൈവവും നിത്യദൈവവും ഏകദൈവവും സാക്ഷാൽ ദൈവമാണ്. തോമസ് പറഞ്ഞ പദം നമുക്കറിയാം. എന്റെ കർത്താവും എന്റെ ഗുരുവുമായുള്ള സ്തോത്രം. എന്റെ കർത്താവും എന്റെ ഗുരുവും. വേറൊരു ഭാഗത്ത് എന്റെ കർത്താവും എന്റെ ദൈവവും. അവിടുന്ന് ഏക ദൈവമാണ്. പൗലോസ് കൊടുത്തിരിക്കുന്ന പദം നിങ്ങൾക്കെല്ലാം മനപ്പാടാം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിക്ക് മുൻപ് അവിടുന്ന് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് 100 കൊല്ലം മുമ്പ് പ്രവാചകൻ ആത്മാവിൽ ദർശിച്ച പ്രവചന ദൂത് നമുക്കെല്ലാം മനപാഠമാ. യെശയ്യാ 9-6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം. യേശുക്രിസ്തു ഏക ദൈവമാണ്. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവത്തെ പറ്റിയാണ് പൗലോസ് ഓർപ്പിക്കുക. ആ ദൈവം അവൻ നമുക്ക് പോക്കുവഴി ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് വന്നിരിക്കുന്നെങ്കിൽ തൊടുകൈക്ക് പറയാം, ആത്മഹത്യ പരിഹാരമല്ല, മന്ത്രം ചെയ്യുന്നത് പരിഹാരമല്ല, കൂടോത്രം വെക്കുന്നതൊന്നും പരിഹാരം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ചൈത്രദോഷമാണെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടരുത്. അന്തംബിന്ദു ഞങ്ങളുടെ സഭയിലൊരു അമ്മയുണ്ട്, കോട്ടാലി അമ്മ. അമ്മ പറയുമ്പോ ഇങ്ങനെ അന്തംബിന്ദു ഒന്നും പറയരുതെന്ന് അമ്മയുടെ ഭാഷയാണ്. അത് ഞാനങ്ങ് കടമെടുക്കുക. അന്തംബന്ധം പറഞ്ഞ് നീ നടക്കരുത്. പരിഹാരം യേശുവിനുണ്ട്. യേശുക്രിസ്തുവിൽ കൂടി സകല വിഷയത്തിനും അവിടുന്ന് പരിഹാരം തരും. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല്ല മൂണ്ടി വെള്ളയ പഞ്ഞി പോൽ. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല്ല മൂണ്ടി വെള്ളയ പഞ്ഞി പോൽ. വെള്ളാട്ടുള്ള തന്നി കാച്ചി പഴുപ്പിച്ച വെള്ള കുതിര പുറത്ത്
പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട്. ഇന്ന് രാത്രി ആ ശ്രേഷ്ഠനായ പരമപുരുഷൻ നമ്മുടെ നടുവിലുണ്ട്. പണ്ട് എഴുത്തച്ഛന്റെ 24 വൃത്തത്തിനകത്തൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ഇങ്ങനെ: ഉത്തമ പുരാണ പുരുഷന്റെ ചരിതമെന്ന്. വേറെ ആശയത്തിലാ പറഞ്ഞത്. ഉത്തമ പുരുഷന്റെ ചരിത്രം, ഉത്തമവിധ ആദിലക നായക ചരിത്രമെന്ന്. അപ്പോൾ ഉത്തമോത്തമനായ സാക്ഷാൽ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. ആ കർത്താവ് ഇന്ന് രാത്രി നടുവിലുണ്ട്. ആ കർത്താവിൽ കൂടി പൗലോസ് ഓർപ്പിക്കുകയാ, പരീക്ഷയോടുകൂടെ നമുക്ക് പോക്കുവെടിയുണ്ട്. സ്തോത്രം. ചികിത്സക ചെയ്തിട്ട് ഭേദം വരാത്ത രോഗമായിരിക്കാം. വൈദ്യശാസ്ത്രം ചിലപ്പോൾ രക്ഷപ്പെടുകയെന്നൊക്കെ വിധിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ യേശുവിൽ പരിഹാരമുണ്ട്. ലോകം മുഴുവൻ വിധി എഴുതി കാണും, നീ ഇനി രക്ഷപ്പെടുകയല്ലെന്ന്. നിരാശപ്പെടരുത്. യേശു നിനക്ക് പോക്കുവഴി ഉണ്ടാക്കി തരും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം, തള്ളിക്കളഞ്ഞെന്ന് വരാം. ആമേൻ. ചിലതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും കൂടെ പറയുന്നത്. നിരാശപ്പെട്ടു പോകരുത്, മുട്ടയിലിരിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കുന്ന, രക്ഷിക്കുന്ന, വിടിവിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അത് നസറായനാകുന്ന യേശു ക്രിസ്തുവാ. ആ കർത്താവ് ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കൽ ഇങ്ങ് വന്നാൽ മതി. സ്തോത്രം. അവരെന്തോ പറയും, ഇവരെന്തോ പറയും, കുടുംബക്കാരെന്തോ പറയും, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ വിഷയമാക്കിയിരിക്കുന്ന ആൾക്കാർ പിന്നെയും വിഷയത്തിലോട്ട് പോവുകയുള്ളൂ. ഈ കവി പണ്ട് പറഞ്ഞിരിക്കുന്നത്, സംസാരമാം സാഗരത്തിൽ അംശാന്തം മുങ്ങലാസകെ എന്ന്. അത്ര മുങ്ങാവുള്ളൂ. സംസാരമാകുന്ന ഈ സാഗരത്തിൽ അംശാന്തം മുങ്ങലാസകെ. അപ്പം ഇത് വല്ലാത്തൊരു സാഗരമാണ്. അപ്പൊ ഇതിനകത്ത് നീ മുങ്ങി നശിച്ചു പോകാൻ യേശു അനുവദിക്കുകയല്ല. നിന്നെ രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, പോക്കുവെടി ഉണ്ടാക്കുന്ന നസറായൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ എപ്പോഴും പറയും, ഈ വചനം പ്രസംഗം പറയും, ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി നല്ല അവസരം ദൈവം നിനക്ക് തരിക. രക്ഷിക്കപ്പെടാൻ നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക. അന്നേരം നീ കുടുംബത്തിന്റെ മഹിമയും, ഞങ്ങൾ ഏത് കുടുംബം, റാന്നിയിലെ ആരായാലും ആയിക്കോട്ടെ, യേശുവിനെ രക്ഷതാവി സ്വീകരിച്ചില്ലേ തോമാച്ച, നീ നരകത്തിൽ പോവും. ഞാൻ റാന്നിയിലെ ആളാണ്. ഞാൻ വയലാങ്കിടുക്കളുടെ ബന്ധമാണെന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ വില പോവുകയല്ല. മനസ്സിലായോ? മനസ്സിലായില്ല. ഇവിടുത്തെ പ്രധാന കുടുംബമല്ലേ വയല, ഇല്ലേ? സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടേ ഉള്ളൂ. ഞാൻ മൈനാന്തോട്ടത്തിലാന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കുകയല്ല. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. അവിടെ അവര് തോമാച്ചാൻ രക്ഷിക്കപ്പെട്ടതായിരുന്നു മൈനാന്തോട്ടത്തില്. സ്തോത്രം. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. കുടുംബ മഹിമയും പറഞ്ഞിരുന്നാലൊന്നും പോക്ക് നടക്കുകയില്ല. കുടുംബത്തെ ഇകഴ്ത്തി പറഞ്ഞതല്ല, കുടുംബമൊക്കെ നല്ലതാ. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. കുരിശുമൂട്ടിലാന്ന് പറഞ്ഞാലൊന്നും മേപ്പോട്ട് പോക്ക് കിടക്കുകയില്ല. നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. 5 പൈസയും കൊടുക്കണ്ട, അര കാശും മുടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും ഇവിടെ കൊണ്ട് തിരുമുൽക്കാഴ്ചയും വെക്കണ്ട, ഒന്നും വേണ്ട. എന്നെ അങ്ങ് കൊടുത്താൽ മതി. ഇത് നല്ല അവസരം ദൈവം തന്നിരിക്കുക. സ്തോത്രം. നാളെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവം നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, നാളെ ഞാൻ ഇന്ന പട്ടണത്തിൽ ചെന്ന് ഇന്ന കാര്യമൊക്കെ ചെയ്യുമെന്ന് വീമ്പ് പറയരുത്. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അത്ര തന്നെ. പിന്നെ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അതിനാ ഞാൻ പറഞ്ഞ വരാം. വാക്യം വായിക്കാൻ പറഞ്ഞ കേട്ടോ. വായിച്ചു. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറിഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ആവി പോലെ മനുഷ്യ ജീവിതം. പിന്നെ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയാം. അങ്ങനെയൊക്കെ പറയാവുള്ളൂ. അവിടുന്ന് അനുവദിച്ചാൽ, അവിടുന്ന് സമ്മതിച്ചാൽ. നമ്മുടെ ആൾക്കാർ തന്നെ ചെല്ലു പറഞ്ഞ കേട്ടില്ലോ, എപ്പോ കാണാം, പിന്നെ നാളെ കാണാം. ചെല്ലുവിനെ നമ്മൾ വിശ്വാസത്താൽ അങ്ങ് പറയുന്നതാ. ഒരു നിങ്ങൾ യോജിക്കുമെന്നറിയത്തില്ല. സാധാരണ പറയേണ്ട വിധം പറയാം. ദൈവമക്കൾ എപ്പോ കാണാം? ദൈവം അനുവദിച്ചാ നാളെ കാണാം. എല്ലാം ക്രമീകരിച്ച് ഉറങ്ങിക്കിടന്ന ആൾക്കാരെയല്ലയോ അടിച്ചു തൂത്ത് കൊണ്ടുപോയത്. നമുക്ക് സങ്കടമാണ്.
അല്ല, ഞാൻ ഇനി മറുവശം പറയാം. ഇതെല്ലാം ആയിട്ടും അഹങ്കാരം കുറയുന്നുണ്ടോ മനുഷ്യന്റെ? ഉണ്ടോ? ഇല്ല. അല്ല, റാന്തി ആയതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കാം. പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. പണ്ട് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആൾക്കാരുണ്ട്. ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, യോഗം കഴിയുമ്പോൾ ആ തോന്നലങ്ങ് മാറ്റിയച്ച എന്നെ വിടാവൂ. അല്ല, ചിലർക്ക് അങ്ങനെ ഉണ്ട്. ഒരു യോഗത്തിന് ചെന്നപ്പോൾ ഞാൻ പേരും സ്ഥലവും വീട്ടുപേരും ഒന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, പലരുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇല്ല, അവര് ഒരമ്മയോട് ചോദിച്ചു, അവരേതാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ, ഞാൻ പറഞ്ഞ ഭാഷ അതുപോലെ പറയാം. ഞാൻ പറഞ്ഞതല്ല, ഇല്ല തള്ള പറഞ്ഞതാ. ഞാൻ പറഞ്ഞ എന്നെ ഒങ്ങായിക്ക് പിടിക്കാം. ഈ കട്ട് ചെയ്യുന്ന വീരന്മാരുണ്ട് ഇപ്പൊ, ഒത്തിരി പണിയില്ലാത്ത ഒത്തിരി എണ്ണം പെരിക്കാത്തിരുമുണ്ട്. ഇച്ചിരി കട്ട് ചെയ്ത് നമുക്കിട്ട് പഠിക്കുക. അപ്പൊ കട്ട് ചെയ്യുന്നവരോട് പറയാം, നീ ഇടുകയാണെങ്കിൽ മൊത്തം ഇട്ടോണം, അല്പം ഇട്ട് ദോഷം ഒപ്പിച്ച് വെക്കരുത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതാരാണ്? തള്ള പറഞ്ഞ അതുപോലെ ഞാൻ പറഞ്ഞതല്ലേ, അവര് പറഞ്ഞതാ. പറയാ, അതേ മരയ്ക്കാന്മാര് മാർഗത്തിൽ വന്നതാണ്. ചിരിക്കാൻ പറഞ്ഞതല്ല, അങ്ങനെ തന്നെ പറഞ്ഞേ. മരയ്ക്കാന്മാർ ഈ മാർഗത്തിൽ വന്നതാണ്. ഞാൻ കൊച്ചമ്മ ഞങ്ങള് ഞാന് വിവരിക്കുന്നില്ല. ഞാനതിങ്ങനെ എപ്പോഴും മിക്കപ്പോഴും ഓർക്കും, ഇത് എല്ലാം പെന്തിക്കോസാ. അധിക നാൾ കഴിഞ്ഞില്ല, ഞാന് പറയണ്ട, നിങ്ങൾക്കറിയാം, വെള്ളം പൊങ്ങി അങ്ങേയറ്റം പറ്റി റാന്നിയിലെ ടൗണും എല്ലാം വെള്ളത്തിൽ മുങ്ങി. അനത്തടത്ത് വെള്ളം കയറിയില്ലെന്നാ തോന്നുന്നത്, ഇല്ലയോ? ഇവിടെ ഉരുളായിരിക്കും വരുന്നത്. അപ്പം വെള്ളം പൊങ്ങി അങ്ങേയറ്റം പൊങ്ങിയപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഞാൻ പറയുന്ന ആശയത്തിലെടുക്കണം. ഈ തള്ള സഹിതം പറഞ്ഞതാ മരിക്കാന്മാര് മാർഗത്തിൽ വന്നതാണ്, വേറെ കാര്യത്തിൽ. പക്ഷെ ഞാന് എന്റെ ഭാഷ പറയാം. ഈ അമ്മ ഏത് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞോ, ആ മാന്യ സഹോദരന്മാര് ജീവൻ പണയം വെച്ച് കൊല്ലത്തിൽ നിന്നുമൊക്കെ ബോട്ടുമായിട്ട് വന്ന് റാന്നിയിലുള്ള ഈ പോത്ത് പോലത്തെ തള്ളയും വള്ളത്തെ കയറ്റി. ഞാൻ പറഞ്ഞ, നിങ്ങൾ പറ, നിങ്ങൾ സമാധാനം പറഞ്ഞു വെച്ചാൽ ഞാൻ അടുത്ത പോയിന്റ് പറയുള്ളൂ. നിങ്ങൾ പറ, ഇല്ലേ? ആണെന്ന് അഹങ്കാരം പഠിപ്പിക്കുകയല്ലേ? വെള്ളം തള്ളയുടെ വീടിന്റെ മണ്ടേക്കയറി തള്ള വെളി കയറി ഒരു വായൊന്നും പറഞ്ഞ് അലച്ച് ഒരു കുഞ്ഞുങ്ങളിൽ രക്ഷിക്കാനില്ലാഞ്ഞപ്പോൾ ഏത് സഹോദരന്മാരെ ആക്ഷേപിച്ചോ അവരറിഞ്ഞില്ല. ആ മാന്യ സഹോദരന്മാര് വള്ളവും പിടിച്ച് ജീവൻ പണയം വെച്ച് റാന്നി വന്ന്, റാന്നി തന്നെയല്ല പല സ്ഥലത്തും, ആറാട്ടുപുഴ റാന്നി വെള്ളം പൊങ്ങിയ സ്ഥലത്തല്ല, ഇല്ലേ? വായിച്ചതല്ലേ, കണ്ടതല്ലേ? പറ. അതെ, വന്ന് ഈ ചീമപ്പന്നി പോലുള്ള തള്ളേനെയാണ്. ഇപ്പൊ അങ്ങനെയൊക്കെയാ പറയുന്നത്. അത് ഇത് പറഞ്ഞിട്ടും ഗുണമാകുന്നില്ലല്ലോ. എന്നിട്ടും അഹങ്കാരം കുറയുന്നുണ്ടോ? പൗലോസ് പറഞ്ഞൊരു ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഒരു ചുക്കും നടക്കുകയല്ല. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്ക്. ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെട്ട് നമ്മുടെ അഹങ്കാരവും നെകളവും തന്റെടവും തടിമിടുക്കും കുടുംബശ്രേഷ്ഠതയും കായബലവും പൊളിറ്റിക്കൽ ബലവും സാമുദായിക ബലവും ആൾബലവും ഒക്കെ നിർത്തിവെച്ച് ദൈവത്തെ ഭയപ്പെട്. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. ഇന്ന് രാത്രി ദൈവസന്നിധി മുടങ്ങാനും അടക്ക്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഡംബോടുവാണീണും ധനാഢ്യർ സാധുക്കളായോരും ഡംബോട് വാണീണും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും നമുക്ക് ഒരുപോൽ ഈ ലോകം എല്ലാരും നമുക്ക് ഒരുപോലെ ഇല്ലാതെ വെളിഞ്ഞീടും മറക്കാതെ എല്ലാ
നിഴൽ പോലെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ കരമുയർത്തി ദൈവത്തിന് ഭക്തനെ. നമ്മുടെ അഹങ്കാരവും തണ്ടും തൻ്റെ ഇടമെല്ലാം മാറ്റി ദൈവത്തെ ഭയപ്പെട്. പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, തണ്ട് വെച്ച മടകും പ്രതാപമുള്ള കപ്പലും ഒന്നും അങ്ങ് ചെല്ലുകയല്ല, അതെല്ലാം അങ്ങ് മാറ്റ്. അപ്പൊ ഈ വെള്ളപ്പൊക്കം വന്നിട്ട് മടിച്ചില്ലല്ലോ. ആ വെള്ളം പൊങ്ങിയപ്പം അന്നേരം അതിന് തർക്കവും ഇല്ല, മുഴുവൻ വെള്ളം. മറ്റേതെന്നും കിളവൻ ഒരു വടിയും പിടിച്ച് അതിലെ പോയി നിൽക്കുക. മനസ്സിലാകുന്നില്ലേ? ഇപ്പൊ ഒരു തർക്കവും ഇല്ലല്ലോ. അല്ല, ഉരുള് പൊട്ടിയെടുത്തും ചിലപ്പം അതിന് തർക്കം ഉണ്ടായ ആൾക്കാർ കണ്ടെന്ന് വരാം അല്ലേ? തണ്ട് വെച്ച പടക്, തണ്ട് വെച്ച മടകും അതിൽ നടക്കയില്ല, അന്ന് അങ്ങോട്ട് കയറുകയല്ല. പിന്നെ പ്രതാപമുള്ള കപ്പല് അതിൽ കൂടി കടന്നു പോകുകയുമില്ല. വാക്യം യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായ കർത്താവ്. അപ്പൊ ശ്രദ്ധിച്ചേ, തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലും ഒന്നും അങ്ങ് എല്ലുകയല്ല. അല്ല, കുറ്റം പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഉരുള് പൊട്ടിയ സ്ഥലത്തും ചിലപ്പോ അതിന് തർക്കം ഉള്ളവര് കണ്ടെന്ന് വരാം അല്ലേ? കണ്ടെന്ന് വരാം. ചുണയുണ്ട്, നിനക്ക് ഇങ്ങോട്ട് കയറാവോ? കയറിയാ നിന്റെ കുതികാല് ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നിനക്ക് എന്നെ ജോയിയെ നിനക്കറിയാം, ആനത്തടം ജോയിയെ നിനക്ക് ഇവിടെ ഉണ്ടോ? ആനത്തടം ജോയി അല്ല, ഞാനങ്ങ് പറഞ്ഞതാ. ജോയിയാലെന്നെ ബേബി ആയാലെന്നാ. ദൈവം ഓരോന്ന് ചെയ്യുമ്പോഴേ നമുക്ക് പ്രയാസമുണ്ട്. ഇങ്ങനൊക്കെ വിഷയങ്ങൾ വരുമ്പം, ഇതൊക്കെ കാണുമ്പം നമ്മളൊന്നുകൂടെ അനുദപിച്ച് അഹങ്കാരം മാറ്റി ദൈവത്തെ ഭയപ്പെട്ട് അവിടെ സംഭവിച്ചു, ഇവിടെ വരാൻ മേലേ, ഇന്ന് രാത്രി ഇവിടെ ഉരുള പൊട്ടാൻ മേലേ, പൊട്ടാ. എവിടാ സംഭവിക്കാത്ത? എവിടെയും സംഭവിക്കാം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ. രാഷ്ട്രീയം ഒന്നും പറയുകയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരാള്, പേരൊന്നും പറയുന്നില്ല, എന്നോട് പറഞ്ഞു അവിടെ ഉരുള് പൊട്ടി, വിവാദമാകുമായിരിക്കും, എന്നാലും തിരക്കേണ്ടില്ല. പണ്ടൊരു നല്ല പറഞ്ഞത്, ഏതായാലും മാന് നരകത്തിലാന്നാ പിന്നെ കുറിച്ചിയും കൂടെ ചൂടാം. ഒരാൾ എന്നോട് പറഞ്ഞതാ, പേരൊന്നും പറയുന്നില്ല, ഈ ഉരുള് പൊട്ടാനെല്ലാം കാരണം പിണറായിയാണ്. എന്നോട് പറയും, എന്തൊരു അക്രമമാണെന്ന് ഓർത്തോണം. അങ്ങനെ രാത്രി ചെന്നിരുന്ന് പാരി കളക്കാന്നോ? എടപ്പെവരുദോഷി 99 വെള്ളപ്പൊക്കം ഉണ്ടായത് പിണറായി മരിച്ചോണ്ടാണോ? പിണറായി ഭരിച്ചാലും കൊള്ളാം, ഇനിയും VD സതീശൻ കയറിയാലും കൊള്ളാം. അല്ല, വേറെ ആര് ഭരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആര് ഭരിച്ചാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അവർ ഭരിക്കട്ടെ. രാഹുൽ ഇനി കയറട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ആര് വന്നാലും ഭരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എന്റെ തത്വം അതാ, ഭരിക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെ പുസ്തകത്തിലെ വാക്യവും അതാ. വിശേഷാൽ സകല മനുഷ്യർക്കും ഭക്തിയോടും കരുത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. പെന്തിക്കോസ്, എന്റെ ഭാഷ പെന്തിക്കോസ് അല്ലേ? പെന്തിക്കോസുകാരനെ ആക്കിയിരിക്കുന്നത് വോട്ട് പിടിക്കാനും ഇലക്ഷൻ നടക്കാനും പോളിംഗ് ബൂത്തിൽ പോയിരിക്കാനും സ്ഥാനാർത്ഥിയാകാനും. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ജില്ലയ്ക്കും
കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വന്നതുകൊണ്ടുള്ള ഉരുളുപൊട്ടുന്നത് ഇതൊക്കെ ദൈവം ചെയ്യുന്നതാണ്. എന്തിനാണ് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാ? കാരണം ജനം അനുഭവിക്കണം, ജനം ദൈവത്തിലേക്ക് തിരിയണം, ജനം പാപവൃത്തികൾ ഉപേക്ഷിച്ച് ദൈവത്തെ അവൻ അറിയണം, യേശുവിലേക്ക് മടങ്ങി വരണം, യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല. അതുകൊണ്ട് അങ്ങോട്ട് ചെടി വാരി എറിയാൻ അങ്ങോട്ട് ഇങ്ങനെ പള്ളി പറഞ്ഞു നടക്കാതെ പെന്തിക്കോസ്തുകാർ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം. ഇപ്പൊ പ്രാർത്ഥിക്കാൻ നേരമില്ലല്ലോ, പ്രാർത്ഥിക്കാൻ നേരമില്ല. ഉപവാസ പ്രാർത്ഥനയാണ് പറയും. 11 മണിക്ക് വരും, 12 ആകുമ്പോൾ തീർക്കും. വീട്ടിൽ പോയി നല്ല കൂടെ രീതിയിൽ മാട് കിടക്കും. വൈകിട്ട് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യമില്ല. പ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ പഠിക്കും പോരാടി പ്രാർത്ഥിക്കണ്ടേ? സകല പ്രാർത്ഥനയാൽ യാതൊരു 7 നേരത്തും